ഹായ് മച്ചമാരെ, മൈസെൽഫ് വിഷ്ണു. ബേസിക്കലി ഐ എം നോട്ട് എ റിവ്യൂവർ, അത് നിങ്ങളോട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിവിടെ പറയണം എന്ന് തോന്നി. എല്ലാവരും സിനിമയുടെ നെഗറ്റീവ് മാത്രം റിവ്യൂ ചെയ്യുമ്പോൾ, നെഗറ്റീവ് മാത്രമെന്നല്ല പോസിറ്റീവ് പറയാനും ഒരുപാട് ആൾക്കാരുണ്ട്. എങ്കിലും ഇത്ര നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു 1 മന്തിനിടയിൽ ഞാൻ കണ്ട ഒരു 4 മൂവി, മലയാളത്തിൽ നിന്നും എടുത്തു പറയാൻ ഒരുപാട് മൂവികൾ ഉണ്ടെങ്കിൽ പോലും ഈ അടുത്തായി കണ്ട 4 സിനിമകളെ കുറിച്ച്, അതിലൊന്നിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒന്ന് എന്ന് പറഞ്ഞാൽ, മലയാള സിനിമയുടെ ഒരു പ്രമുഖ നായകൻ തെലുങ്കിൽ പോയി ഹിറ്റടിച്ച് 100 കോടി അടിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. ഓവറോൾ എല്ലാവരും സിനിമാ പ്രേമി ആയതുകൊണ്ട് പലരും തന്നെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ പലരും ഒരുപാട് പ്രൊജക്റ്റുകൾ മലയാളത്തിൽ തന്നെ ഇറങ്ങുന്നത് കൊണ്ട് തെലുങ്ക്, തമിഴ് എന്നീ സിനിമകൾ കാണാൻ വഴി ഉണ്ടായിരിക്കില്ല, വിട്ടുപോയേക്കാം. പക്ഷെ ഈ സിനിമകൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും OTT-യിലും ഈ സിനിമകൾ ലഭ്യമാണ്. ചില സിനിമകൾ തിയേറ്ററിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 4 മൂവികൾ: 1 ലക്കി ഭാസ്കർ, 2 അമരൻ, 3 ഡൂബർ പന്ത്, അടുത്തതായിട്ട് മെയ്യഴകൻ. അതായത് ഈ സിനിമയിലെ ഈ പറഞ്ഞ സിനിമകളിൽ 3 എണ്ണവും തമിഴിൽ നിന്ന് വന്നതാണ്. അതിമനോഹരം എന്ന് തന്നെ പറയാം. നമ്മൾ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ, കാണാത്തവരെ ആരെങ്കിലും തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്കൊരു നഷ്ടമാണ്. അത്രയും മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഡൂബർ പന്ത് എന്ന മൂവി തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമുക്കതിൽ ബോറിങ്ങോ ഒരു നെഗറ്റീവും പറയാനില്ല. തപ്പിയെടുത്ത 1-2 നെഗറ്റീവ് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അങ്ങനല്ല, നമ്മൾ 1 ഡേ ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ നെഗറ്റീവ് അടിപ്പിക്കുന്ന, ലാഗ് അടിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല. ആ ലെവലിലാണ് ആ പടം ചെയ്തു വെക്കുന്നത്. ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ നെക്സ്റ്റ് സീൻ കാണിക്കുമ്പോൾ നമ്മൾ അത്രയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ശ്വാസികയാണ് അതിലെ നായികയായിട്ട് വന്നത്. മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്, ഒന്നും പറയാനില്ല. ആ ഒരു മൂവിയാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് പറഞ്ഞാൽ 1-ാം സ്ഥാനമല്ല, 4 സിനിമകളിൽ 1 ഡൂബർ പന്ത്. രണ്ടാമത്താണ് മെയ്യഴകൻ. ആകെ ആ മൂവിയിൽ 2-3 ക്യാരക്ടറെ ശരിക്കും വരുന്നുണ്ട്. പക്ഷെ ഉടനീളം കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മൂവിയാണ് മെയ്യഴകൻ. നമുക്ക് പലർക്കും ജോലി തിരക്കും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വിദേശത്തായിരിക്കും, അങ്ങനെ പല ആവശ്യങ്ങൾ കൊണ്ട് വേർപെട്ടിരിക്കുന്ന ഫാമിലിയിൽ മെമ്മറികൾ, അതാണ് അതിൽ കാണിക്കുന്നത്. തിരിച്ച് കിട്ടാത്ത മെമ്മറികൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബമായിരുന്നു. അപ്പം ആ കൂട്ടുകുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിച്ചോ, നമ്മൾ ഉറങ്ങിയോ, നമുക്ക് നല്ല കുപ്പായം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരാളല്ല. അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മാവനുണ്ടാവും, അമ്മായി ഉണ്ടാവും, ആൻറ്റിമാരുണ്ടാവും, ആങ്ങളമാരുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. നോക്കുവാണെങ്കിൽ എല്ലാവരും ഭർത്താവ്, ഭാര്യ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നഷ്ടമാകുന്നത് നമ്മുടെ ബാല്യത്തിലെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സ്നേഹമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ നമുക്ക് കിട്ടാതെ പോയ സ്നേഹത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന നൊസ്റ്റാൾജിയ നമുക്ക് കൃത്യമായിട്ട് പിടിച്ചു തരുവാണ് മെയ്യഴകൻ എന്ന മൂവി. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാർത്തിയാണ്. അരവിന്ദ് സ്വാമിക്കയിൽ ഒരു വലിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും കാർത്തി എന്ന ആക്ടർ കാണിച്ചു തരുന്ന സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അത് മിസ് ചെയ്തിട്ടുണ്ടാവും. അത് കിട്ടണം എന്നിപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷെ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. ഷോറോ കണ്ടിരിക്കാൻ അമ്മാതിരി ഒരു ഫീലാണ്. അങ്ങനെ മൂന്നാമതായിട്ട് പറയാനുള്ളത് വെച്ചാൽ ലക്കി ഭാസ്കർ. എൻ്റെ അമ്മ പറയാതിരിക്കാൻ പറ്റില്ല, അമ്മാതിരി ഒരു പെർഫോമൻസാണ്. അതിലെ മേക്കിംഗ് ആണ് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പക്കയാണ്. നമ്മൾ വിക്രം സിനിമയിലൊക്കെ കണ്ട പോലെ ഭയങ്കര മ്യൂസിക് അങ്ങനെയല്ല. നമ്മൾ ഓരോ സെക്കൻഡും നമ്മളെ ആ മ്യൂസിക് കൊണ്ട് നമ്മളെ പിടിച്ചിട്ട്, ദുൽഖർ സൽമാന്റെ പെർഫോമൻസ് ആവട്ടെ, ഭാര്യയായിട്ട് അഭിനയിച്ച നായികയുടെ പെർഫോമൻസ് ആവട്ടെ, ഒന്നിനൊന്നും മെച്ചം. പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ അതിലെ സീൻസ്, ഓരോ 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 സീൻസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രതീക്ഷ അയ്യോ 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 എന്നൊരു ഫീലിങ്സാണ് നമ്മൾ എത്തിക്കുന്നത്. പക്ഷെ ഓരോ സെക്കൻഡും മറ്റൊരു മൂവിയിൽ കാണാത്ത പോലെ അത്രയും എക്സൈറ്റ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും
മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തീരുന്നവർ ഈവൻ ഇന്റർവെല്ലിൽ സീൻ കഴിയുമ്പോൾ ഒന്നുകിൽ പടം നെഗറ്റീവ്, അല്ലെങ്കിൽ ഇന്റർവെല്ലിന് ശേഷം മാത്രം പോസിറ്റീവ്, അങ്ങനെയല്ല. പടം തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ ഓരോ സീനും എടുത്തു വെച്ചിരിക്കുന്നത് പല പല ലൊക്കേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ ചേർച്ച, അതിൻ്റെ കഥ പറയുന്ന രീതി, ശരിക്കും അതിനൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം. ആ ലെവലിലാണ് പടം ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. തിയേറ്റർ അല്ലെങ്കിൽ OTT വരുമ്പോൾ ഫസ്റ്റായിട്ട് ഓരോ മൂവിയും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നാലും നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിഷ്വൽ ആയാലും മ്യൂസിക് ആയാലും നമ്മളെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. നമ്മൾ ചെറിയ മൊബൈൽ സ്ക്രീനിലോ അല്ലെങ്കിൽ TV സ്ക്രീനിലോ കാണുമ്പോൾ നമുക്ക് ഒരു എഫക്റ്റ് കിട്ടൂല. ചില പടങ്ങൾ നമുക്ക് വേണ്ടത്ര റീച്ചാവാത്തതിന്റെ കാരണം തന്നെ ഇതാണ്. OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നതുകൊണ്ട് പലരും തിയേറ്ററിൽ പോയി പറഞ്ഞാൽ ഞാനടക്കം, ഞാൻ ശരിക്കും ഒരു സിനിമ പ്രേമിയാണ്, സിനിമ ഭ്രാന്തൻ തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ പടങ്ങളും ഞാൻ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങൾ മൂലം ഇപ്പം കുറച്ചായിട്ട് തിയേറ്ററിൽ 1-2 മൂവികളെ പോയി കാണുന്നുള്ളൂ. കുറച്ച് സെറ്റപ്പാണ് എന്ന് കേൾക്കുന്ന മൂവികൾ മാത്രമേ കാണാൻ പോകാറുള്ളൂ. OTT വരുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കും, OTT കാണും. പക്ഷെ തികച്ചും ഓരോ മൂവികളും പോയി കാണേണ്ടത് തിയേറ്ററിൽ നിന്ന് തന്നെയാണ്. എന്നാലും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് കാണാ പോവാ, ഇത്രയുണ്ടാവും. ഇപ്പോൾ ലക്കി ഭാസ്കർ ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിലോ അല്ലെങ്കിൽ OTT ആണെങ്കിൽ OTT മസ്റ്റ് വാച്ചബിൾ ആണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അത് തെലുങ്കിലാണെങ്കിൽ പോലും അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചേരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു നെഗറ്റീവ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടൊന്നുമില്ല, അത് നമുക്ക് ടെസ്റ്റിന് വേണ്ടി ചെയ്തിരിച്ചിരിക്കുന്നതാണ്. അതിലൊരു കടത്തൽ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് വെട്ടിക്കുന്ന ഒരു സീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കോമഡി ആയിട്ട് ചെയ്തതാണ്, ജസ്റ്റ് അക്സെപ്റ്റബിൾ ആണ്. അതായത് നമ്മളിവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ മലയാളം പടത്തിൽ ഒരിക്കലും അങ്ങനെ സീൻ ചെയ്യൂല. പക്ഷെ തെലുങ്കിൽ എപ്പോഴും അവർ അതുപോലത്തെ ചെറിയ ചെറിയ കട്ട്സ് അവർ വെക്കാറുണ്ട്. അത് ഉൾക്കൊള്ളാൻ പറ്റും. അതല്ലാതെ പടം മൊത്തത്തിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണണം. പിന്നെയെന്ന് പറയാനുള്ളത് അമരൻ. തമിഴ് സിനിമയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ് അമരൻ. എൻ്റെ അമ്മൂ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പടം ചെയ്തു വെച്ചിരിക്കുന്നത് തികച്ചും അക്സെപ്റ്റബിൾ ആണ്. അതിലൊരു നെഗറ്റീവ് പറയാനുണ്ടാവില്ല. ശരിക്കും ഒരുപാട് നിങ്ങൾ റിവ്യൂ അല്ലെങ്കിൽ മറ്റേ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും തിയേറ്ററിൽ നിന്ന് എല്ലാവരും കരഞ്ഞിറങ്ങുന്നത്. ക്ലൈമാക്സിൽ മാത്രമല്ല, ഓരോ സീൻസിലും നമ്മളെ കരയുന്നതിനേക്കാൾ നമുക്ക് ഇമോഷൻ ടിക് 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 അടിക്കാൻ തുടങ്ങും. അത്ര സെറ്റപ്പ് ആയിട്ട് പടം ചെയ്തിരിക്കുന്നു. എനിക്ക് ഒരുപാട് ഫീൽ ആയി പടം കണ്ടപ്പോൾ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കൊല്ലുന്നതോ ചാവുന്നതോ അങ്ങനെയൊന്നുമല്ല കാണിക്കുന്നത്. പടത്തിൽ നമ്മൾ നോർമൽ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടാവുന്ന ചില ഫീലിങ്സ്, ഇമോഷൻസ്, ഒരു ആർമിക്കാരൻ്റെ യഥാർത്ഥ കഥയാണ് സിനിമയായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ മാസ് മസാലയൊക്കെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷെ കാണുമ്പോൾ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്തൊന്നുമായിട്ട് തോന്നുന്നില്ല. കറക്റ്റ് ഒരാളുടെ ലൈഫിൽ നടക്കുന്നത്, അതിൽ അമാനുഷികതയായിട്ടോ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരുന്നു. മികച്ച അഭിനയമാണ് അതിൽ ശിവകാർത്തികൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ നായികയായ സായി പല്ലവി ആണെങ്കിലും ഒരു രക്ഷയില്ല. സായി പല്ലവി ആയാലും ശിവകാർത്തികനായാലും അത്ര തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അത്ര ഇമോഷണലാണ് പടം. ഒരു പട്ടാളക്കാരൻ്റെ ജീവിത കഥ അത് ശരിക്കും നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ജീവിത കഥ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല, പുള്ളി പട്ടാളത്തിലേക്ക് പോയ ഓരോ ആർമിക്കാരൻ്റെയും ജീവിതം അവൻ്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണത് ബാക്കിയുള്ളവരെ എഫക്റ്റ് ചെയ്യുന്നത്, മനോഹരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ക്ലൈമാക്സ് ആവട്ടെ, എന്നിട്ടും പട്ടാളക്കാരുടെ മക്കൾ വീണ്ടും പട്ടാളത്തിലേക്ക് ചേരുന്ന ഒരു രോമാഞ്ചിഫിക്കേഷൻ, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ഒരു സീനാണ് മൊത്തത്തിൽ പടത്തിൽ. ശരിക്കും അതിനൊരു 90ന്റെ മുകളിൽ മാർക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഒരുപാട് സിനിമകൾക്ക് നമ്മൾ ഇന്ന് വെയിറ്റിംഗ് ആണ് അല്ലേ. ജയുടെ ഗോട്ടാവട്ടെ, കമൽഹാസന്റെ ഇന്ത്യൻ ആവട്ടെ, രജനീകാന്തിന്റെ വേട്ടയ്യനാവട്ടെ, അല്ലു അർജുന്റെ പുഷ്പ ആവട്ടെ, എല്ലാ സിനിമകൾക്കും കട്ട വെയിറ്റിംഗ് ആണ്. മലയാളത്തിൽ പോലും നമ്മൾ ARM വെയിറ്റ് ചെയ്തു, വാറോസിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ബോഗൻവില്ല വെയിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ചില സിനിമകൾ
നമുക്ക് വേണ്ട റിസൾട്ട് തരണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഓരോ പടത്തിനെയും അല്ലെങ്കിൽ ആ ഇന്ന പടത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവര് എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് പോകുന്നതല്ല. അവരത്രയും പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു സിനിമ പിടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും കണ്ട് എന്റർടൈൻ ചെയ്യാൻ വെറൈറ്റി പിടിക്കുകയാണ്. ഇംഗ്ലീഷ് സിനിമയിലെ പോലെ കുറച്ച് ഹാർഡായിട്ടാണ് കങ്കുവയിൽ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അത് വേണ്ട രീതിയിൽ സെറ്റ് ആയില്ല. അതുപോലെ തന്നെ ഇപ്പൊ പുഷ്പയും കുറ്റമായിട്ട് നമുക്ക് പറയാനാവില്ല. അതായത് അവർ അത്രയും എഫേർട്ട് എടുത്തിട്ട് അത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട്, പക്ഷെ അതിന്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന ഒരുപാട് ഇതുപോലത്തെ മൂവികളുണ്ട്. ബിഗ് ബഡ്ജറ്റ് ഒന്നും അല്ലെങ്കിൽ തന്നെ സ്ഥാനം പിടിക്കാൻ പറ്റാതെ പോകുന്ന ചില സിനിമകളുണ്ട്. ആ സിനിമകളിൽ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഈ 4 സിനിമകൾ കണ്ടവർക്കറിയാം അതിന്റെ മഹിമ, അതിന്റെ ഓവറോൾ സെറ്റപ്പ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ 4 സിനിമകൾ കാണാൻ ബാക്കിയുള്ളവരാണെങ്കിൽ മസ്റ്റ് വാച്ചബിൾ ആണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഊബർ പന്ത്, മെയ് അഴകൻ, ലക്കി ഭാസ്കർ, അമരൻ, ഈ 4 സിനിമകളും നമ്മുടെ സിനിമകളാണ്. മലയാളമല്ല, ഇംഗ്ലീഷല്ല, തമിഴല്ല, തെലുങ്കല്ല, കന്നഡയല്ല എന്ന് വെച്ച് മാറ്റി വെക്കേണ്ട ഒരു സിനിമയല്ല. ഇപ്പൊ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെ നമ്മളൊരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെ മാത്രം വെച്ച് കാണുന്നതല്ല ചെയ്യുന്നത്. എല്ലാ സിനിമകളും നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നുണ്ട്. നല്ലതായാൽ ഏത് സിനിമയും, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ, ഏത് സിനിമയും നമ്മൾ പോയി കാണുന്നുണ്ട്. ഈവൻ നമുക്ക് ആ ഭാഷ മനസ്സിലാവാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഡബിങ്ങിൽ തന്നെ പടം ഇറങ്ങുന്നുണ്ട്. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, തെലുങ്കിലാണെങ്കിൽ തെലുങ്ക്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, എല്ലാ ഭാഷയിലും സിനിമ ഇന്ന് അവൈലബിൾ ആണ്. സോ ഈ 4 പടങ്ങൾ നിങ്ങൾ ഇഷ്ടമായിട്ട് കാണേണ്ട പടമാണ്. സോ ഓൾ ദി ബെസ്റ്റ്.